അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് ഭക്തി മൂമെന്റിനെ കുറിച്ചായിരുന്നു. ഭക്തി മൂമെന്റിന്റെ കുറച്ച് കോൺസെപ്റ്റും കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഭക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷൻ ആയിരുന്നു, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ലവ് ടുവേർഡ്സ് ഗോഡ്. ഇതിനൊക്കെയായിരുന്നു ജനറലി ഭക്തിയായിട്ട് പറഞ്ഞത്. ഇത് സൗത്ത് ഇന്ത്യയില് 7th and 10th സെഞ്ചുറിയിലായിരുന്നു ശരിക്കും ഒറിജിനേറ്റ് ചെയ്തു വന്നത്. ആൽവാസ്, നായനാസ് മുതലായവരുടെ പോയത്തിലായിരുന്നു ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിച്ചത്. ഏത് ദൈവങ്ങളെയായിരുന്നു ഇവർ കൂടുതൽ ആരാധിച്ചിരുന്നത്? ലോർഡ് വിഷ്ണുവിനെയും ലോർഡ് ശിവയും ആയിരുന്നു. ശരിക്കും ഭക്തി മൂവ്മെന്റ് എന്ന് പറയുമ്പം അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ടെക്സ്റ്റ് അല്ലെങ്കിൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ബുദ്ധിസം, ജൈനിസം ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനും അവർ വളരെയധികം റോള് ശ്രമിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ഭക്തി മൂവ്മെന്റിന്റെ ആ ഒരു മൂവ്മെന്റ് വരാനായിട്ടുള്ള കാരണങ്ങളായിരുന്നു. അതിനൊരു കോഡ് നമ്മൾ പഠിച്ചു, HICW. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഭക്തി മൂവ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു പഠിച്ചിരുന്നത്. പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു? ദൈവം ഒന്നാണ്, എല്ലാവരും തുല്യരാണ്, കാസ്റ്റ് സിസ്റ്റം പാടില്ല, ഡിവോഷൻ ഇമ്പോർട്ടന്റ് ആണ് മുതലായ കാര്യങ്ങളായിരുന്നു. എഫക്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് നമ്മളൊരു കോഡ് പഠിച്ചു, CAPFS. ഇതിന് റീസൺ, ഈ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്ന കോമൺ ടീച്ചിങ്സ്, റൂബിയിലെ കോമൺ ടീച്ചിങ്സ് പഠിച്ചു. അൽവാർ, നായനാസ്, അതുപോലെ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നിർഗുണ ഭക്തി, ശഗുണ ഭക്തി, ശങ്കരാചാര്യ, അദ്വൈത രാമാനുചാര്യ, വിശിഷ്ട അദ്വൈത, അതുപോലെ നിംബരഘ പഠിച്ചു, മാധവാചാര്യ പഠിച്ചു, ദ്വൈത ഫിലോസഫി പഠിച്ചു, വല്ലഭാചാര്യ, ബാസവന്ന, രാമനന്ദ, കബീർ, ഗുരുനാനക്. ഇത്രയും വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മീരാബായ്, ചൈതന്യ മഹാപ്രഭു, തുളസീദാസ്, ദാദു ദയാൽ, ശങ്കർ ദേവ്, പുരന്ദരദാസ, ജ്ഞാനേശ്വർ, ഏകനാഥ്, നാമദേവ്, തുക്കറം, സമർത്ഥ് രാംദാസ് മുതലായ വ്യക്തികളെ കുറിച്ചാണ്. നിങ്ങളോട് ജനറലി മക്കളെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പോണത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് തരുമ്പോൾ ഡീറ്റെയിൽ ആയി തരുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെക്കണേ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് മീരാബായി ആണ്. മീരാബായി ശരിക്കും നമ്മുടെ ഭക്തി മൂവ്മെന്റിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രാജസ്ഥാനിലാണ് ജനിച്ചത്. റാണ ഭോജ്രാജിന്റെ ഭാര്യയായിരുന്നു. ഇനി ഇവര് കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഗിരിധര ഗോപാല കൾട്ട് ഓഫ് വൃന്ദാവൻ. വൃന്ദാവനിലെ ഗിരിധര ഗോപാല കൾട്ട് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഗിരിധരൻ വിഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അവരതിന് പേരിടുന്നതാണ് ഗിരിധരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ അവരുടെ കമ്പോസിങ് അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിനോടുള്ള ആരാധന എന്ന് പറയുന്നത് അവര് റൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലാംഗ്വേജ് ഏതായിരുന്നു? ഹർ ഭജൻസ് were composed in the language of വ്രാജ് ഭാഷ. വ്രജ് ഭാഷയിലായിരുന്നു, വ്രജഭാഷ എന്ന് പറയും. വ്രജഭാഷയിലായിരുന്നു അവർ കൂടുതലും കമ്പോസിങ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ശ്രദ്ധിക്കുക, മീരാബായുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗിരിധര ഗോപാല കൾട്ട് അവരാണ് രൂപകൽപ്പന ചെയ്തത്. അതുപോലെ അവരവരുടെ ആരാധന രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പല കമ്പോസിഷൻസും എഴുതിയത് എന്തിലായിരുന്നു? വ്രജ ഭാഷയിൽ ആയിരുന്നു. മീരാബായി ഓർക്കാനുള്ള വഴി: മീരയ്ക്ക് ഗിരി എന്ന് പറയുന്ന ആളായിരുന്നു ഭർത്താവ്. മീരയുടെ ഭർത്താവാണ് ഗിരി. മീരയ്ക്ക് വജ്രമുണ്ടായിരുന്നു. മീരയുടെ കഴുത്തിൽ നല്ലൊരു വജ്രം ഉണ്ടായിരുന്നു. വജ്രം വ്രജ്. ഭർത്താവിന്റെ പേര് ഗിരി. ഗിരി എന്നല്ല, ശരിക്കും റാണ എന്നാണ് ശരിക്കും പേര് കേട്ടോ. ഗിരി റാണ എന്നോർത്താൽ മതി. ഗിരി റാണ എന്നോർത്താൽ മതി. അടുത്തത് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ നിന്നുമുള്ള
പോപ്പുലർ ആയിട്ടുള്ള ഭക്തി റിഫോമർ ആയിരുന്നു. കേശവാനന്ദ അല്ലെങ്കിൽ കേശവാനന്ദി അല്ല, കേശവ് ഭാരതിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഗൗരംഗ വിശ്വംഭർ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു, ഗൗരംഗ വിശ്വംഭർ എന്ന് വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് പൂരിയാണ്. അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടും ഭക്തി മൊമെന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് പൂരി എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് കീർത്തനങ്ങൾ എന്നൊക്കെ പറയില്ലേ, കീർത്തൻസ് ആദ്യമായി കൊണ്ടുവന്നത് ചൈതന്യ ആയിരുന്നു. ഇദ്ദേഹത്തെ ഗുദിക് വൈഷ്ണവിസം എന്നും വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഫോമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത വൈഷ്ണവിസം, വിഷ്ണു ആരാധനയെ വിളിച്ചിരുന്ന പേര് ഗുദിക് വൈഷ്ണവിസം എന്നായിരുന്നു. ചൈതന്യ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പൂരി ഭയങ്കര ഇഷ്ടമാണ്, കീർത്തനവും ഇഷ്ടമാണ്. ചൈതന്യ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു, അദ്ദേഹത്തിന് പൂരി ഇഷ്ടമായിരുന്നു. അതേപോലെ കീർത്തനങ്ങളും ഇഷ്ടമായിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചെന്താ, മീരയ്ക്ക് ഒരു വജ്രമുണ്ട്, ആ ഭർത്താവിന്റെ പേര് ഗിരിറാണ. കോഡ് പഠിച്ചോ എല്ലാവരും? കോഡ് പഠിച്ചോ? മീരാബായിയുടെയും ചൈതന്യയുടെയും കോഡ് പഠിച്ചോ? ചൈതന്യ ഗൗരവക്കാരിയായിരുന്നു, പൂരി തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, കീർത്തനങ്ങളും ഇഷ്ടമായിരുന്നു. ചൈതന്യയുടെ പേര് ഗൗരംഗ വിശ്വംഭര എന്നും വിളിക്കാറുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചേ തരുള്ളൂ. അതേപോലെ കൂടുതലായിട്ടും അവരുടെ ഈ ഒരു പ്രൊപ്പഗേഷൻ നടന്നത് പൂരിയിലായിരുന്നു. ഇഷ്ടപ്പെട്ട കാര്യം കീർത്തനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ചൈതന്യ ഗൗരവമുള്ളവരായിരുന്നു, പൂരിയായിരുന്നു ഇഷ്ടം, കീർത്തനവും ഇഷ്ടമാണ്. ക്ലിയർ? Am I clear മക്കളെ? Is it clear? Is the code clear? Okay. അടുത്തത് തുളസീദാസ് is a contemporary of Akbar ആണ്. രാമചരിതമാനസ്, തുളസീദാസ് രാമചരിത in the language of അവധി എന്ന് പറയുന്ന ലാംഗ്വേജ്, അവാധി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. He founded the Shangatmojan temple dedicated to Lord Hanuman in Varanasi. Tulasidas started the Ramalila play. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടന്റ്. Folk theatre adaptation of Ramayana. Other works of Tulasidas includes Dohavali Sahitya, Ratna or Ratna Ramayan, Geetavali, Krishna Geetavali or Krishnavali, and Vinaya Padika. Tulasidas, രാമചരിത, അവാദി, രാമലീല. തുളസീദാസ് രാമനും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ഓർക്കാനുള്ള വഴി, തുളസീദാസും രാമനും കൂടി അവധിയെടുത്ത് ദിലീപിന്റെ സിനിമയില്ലേ രാമലീല കാണാൻ പോയി. മറക്കുവോ? കോഡ് മറക്കുവോ? തുളസീദാസും റാമും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ഓക്കെ ആണോ? തുളസീദാസ് രാമചരിത് അവാദിയിലാണ് എഴുതിയത്, രാമലീലയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പ്ലേ. ക്ലിയർ ആണോ എല്ലാവർക്കും? Am I clear? 3 കോഡുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പഠിച്ചത് മീരാബായി വജ്രം ഇട്ടിട്ടുണ്ട്, ഭർത്താവിന്റെ പേര് ഗിരിറാണ. ചൈതന്യ ഗൗരവക്കാരിയാണ്, പൂരി തിന്നുകൊണ്ട് കീർത്തനം കേൾക്കുകയായിരുന്നു ഇഷ്ടം. തുളസീദാസും രാമനും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ഇതൊക്കെ ഓർക്കാൻ ഇതേ വഴിയുള്ളൂ കേട്ടോ. അടുത്തത് ദാദു ദയാൽ അഹമ്മദാബാദിലാണ് ജനിച്ചത്. അദ്ദേഹത്തെ ദാദു ദയാറാം കി ബാണി എന്ന് പറയാറുണ്ട്. ഇത് മാത്രം ഓർത്താ മതി. ദാദു ദയാറാം കി ബാണി. അടുത്തത് ശങ്കർദേവ്. He was the first to preach Vaishnavism in Brahmaputra Valley. ശങ്കർ. ഓർക്കേണ്ട കോഡുകളാണ് ഞാൻ പറയുന്നത്.
ബ്രഹ്മപുത്ര. He was the founder of Ega Sarana Dharma Veera Purusha Marga. Ega Veera. He is widely credited with building on past cultural relics and devising new forms of music, theatrical performance, and dance literary languages. മ്യൂസിക്കിന് അവർ പറയുന്നത് ബോർഗീറ്റ്, തിയേറ്ററിക്കൽ പെർഫോമൻസിന് അദ്ദേഹം പറയുന്നത് അൻകിയ, ഡാൻസിന് സാത്രിയ, ലിറ്റററി ലാംഗ്വേജിന് ബ്രജ്വാലി അല്ലെങ്കിൽ ബ്രജാവലി. ബാസ് എന്നാണ് പറയുന്നത്, ബാസ്. അപ്പം ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്ത് ഏക വീരനായിരുന്നു. ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്ത് ഏക വീരനായിരുന്നു. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ബാസ് അടിച്ചു. ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്ത്. ഇതൊക്കെ ഓർക്കാനുള്ള കോഡുകളാട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഈ കോഡ് മനസ്സിൽ വരുമ്പോ ഈ റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്തെ ഏക വീരനായിരുന്നു. അവിടെ പോയി ബാസ് അടിച്ചു. മുപ്പര് മാത്രല്ലേ ഉള്ളൂ. ബി പറഞ്ഞ ബോർഗറ്റ്, ബി പറഞ്ഞ ബ്രജവലി, എ അൻകിയ, എസ് സത്രിയ. ബോർഗറ്റ് മ്യൂസിക്, അൻകിയ തിയററ്റിക്കൽ പെർഫോമൻസ്, സാത്രിയ ഡാൻസ്, ആൻഡ് ബ്രജവലി ലാംഗ്വേജ്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? കോഡൊക്കെ ക്ലിയർ ആണോ? 4 എണ്ണാണ് പഠിച്ചത്. നമ്മൾ ആദ്യം പഠിച്ചത് മീരാബായി. മീരാബായിക്ക് വജ്രം ഉണ്ടായിരുന്നു, ഭർത്താവിന്റെ പേര് ഗിരിറാണ. ചൈതന്യ മഹാപ്രഭു ചൈതന്യ ഗൗരവക്കാരിയായിരുന്നു. പൂരി തിന്നാനും കീർത്തനം കേൾക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. തുളസിയും രാമനും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ദാദു ദാദു ദയാറാം കി ബാണി എന്നാണ് പേര്. ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്തെ ഏക വീരനായിരുന്നു. അവിടെ പോയി ബാസ് അടിച്ചു. ബി ഫോർ ബോർഗറ്റ്, ബ്രജവലി, അങ്കിയ, സത്നിയ. ഇത്രയും കോഡ് ക്ലിയർ ആണോ എല്ലാവർക്കും? കോഡ് ക്ലിയർ? Is the code clear for all? Next is Purandaradasa. Purandaradasa. He was a Haridasa philosopher from Karnataka. Haridasa, father of Carnatic music. One of his most notable works is Dasa Sahitya. He introduced the Raga Maya Malava Govla. അത് അദ്ദേഹമാണ് രാഗ മായ മലവ ഗോവള ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ മ്യൂസിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇനീഷ്യേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക്, അതല്ലെങ്കിൽ അതായത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഗങ്ങൾ, താളങ്ങൾ, അത് പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാഗങ്ങൾ, താളങ്ങളൊക്കെ ഇത് ബേസ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് യേശുദാസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന കേൾക്കാറില്ലേ? അത് ഓരോന്നിനും ഓരോ നോട്ട് ഉണ്ട് അല്ലെ? അപ്പൊ അത് മാർക്ക് ചെയ്യണമെങ്കിൽ ജനറലി ആ നോട്ടുകൾ ഏതാണ് എന്ന് തിരിച്ചറിയണം. ആൻഡ് ബേസിക്കലി ഓരോ കീർത്തനങ്ങളും പിൻ പോയിന്റ് ചെയ്തത് സൊസൈറ്റിയിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസം കഥ പറയാണ്. ഈ കഥയാണ്, ഓക്കെ, ഓർത്ത് വെക്കാനുള്ള കഥയാണ്. ഒരു ദിവസം ഹരിദാസ് പൂരം കാണാൻ പോയി. അവിടെ വെച്ച് കർണാട്ടിക് മ്യൂസിക് കേട്ടു. ഒരു ദിവസം പൂരൻ അങ്ങനെ ഓർത്താൽ മതി. ഒരു ദിവസം ഹരിദാസ് പൂരം കാണാൻ പോയി. അവിടെ വെച്ച് കർണാട്ടിക് മ്യൂസിക് കേട്ടു. ഹരിദാസിന് മൊത്തം 4 മക്കളാ. രാഗ, മായ, മാളവ, ഗൗള. 4 മക്കളാണ്. രാഗ, മായ, മാളവ, ഗൗള. ഇവരെയും കൂടെ കൂട്ടിയിരുന്നു. ഹരിദാസ 4 മക്കളായ രാഗ, മായ, മാളവ, ഗൗള ഇവരെ കൂട്ടി പൂരം കാണാൻ പോയി. അവിടെ വെച്ച് കർണാട്ടിക് മ്യൂസിക് കേട്ടു. അത് കേട്ട് വളരെയധികം പുളകിതനായ അദ്ദേഹം എന്ത് ചെയ്തു? ദാസ സാഹിത്യം എഴുതി. മറക്കുവോ? കോഡ് മറക്കുവോ? ഹരിദാസ് 4 മക്കളായ രാഗ, മായ, മാളവ, ഗൗള അവരെ കൂട്ടി പൂരം കാണാൻ പോയി.
അവിടെ വെച്ച് കർണാട്ടിക് മ്യൂസിക് കേട്ടു. അദ്ദേഹം ദാസസാഹിത്യ കമ്പോസ് ചെയ്തു. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ ഫോർ ഓൾ? കോഡ് ഓക്കെ ആണോ? കോഡ് വെച്ച് പഠിക്കുക മക്കളെ, അല്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ. കോഡ് വെച്ച് പഠിക്കുക. അടുത്തത് ജ്ഞാനേശ്വർ. ജ്ഞാനേശ്വർ എന്ന് പറയുന്നത് മറാത്ത റിഫോമർ ആയിരുന്നു. ജ്ഞാനേശ്വർ മറാത്ത റിഫോമർ ആയിരുന്നു. കമന്ററി ഓൺ ഭഗവത്ഗീത. ഭഗവത്ഗീതയെ കുറിച്ച് ഇത് കുറെ മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് ഒരു എന്താ പറയുക ക്രിട്ടിക്കൽ റിവ്യൂ ഒക്കെ നടത്തിയത് ജ്ഞാനേശ്വരി ആയിരുന്നു. ഹിസ് ഫോളോവേഴ്സ് ആർ നോൺ ആസ് വർക്കാരീസ്. അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ കൂട്ടത്തെയാണ് ജ്ഞാനേശ്വരന്റെ ഫോളോവേഴ്സ് ആയി പറഞ്ഞത്. ഇവര് പറയുന്നത് ഭജനകളിലൂടെയാണ് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ്. അവര് ലോർഡ് വിഷ്ണുവിന്റെ തന്നെ അവതാരമായ ലോർഡ് വിധോബ അവരെയായിരുന്നു ആരാധിച്ചുകൊണ്ട് ഇരുന്നിരുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ജ്ഞാനേശ്വർ, മറാത്ത, ഭഗവത്ഗീത, വർക്കാരീസ്, ഭജൻ, വിധോബ. ജ്ഞാനേശ്വർ മറാത്തക്കാരനായിരുന്നു. ഭഗവത്ഗീതയൊന്നും അത്രക്ക് ഇഷ്ടമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഭഗവത്ഗീതയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഭയങ്കര അധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യം ഓർക്കുക പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ്. എന്നാലും ഭയങ്കര കാര്യം കാർസ്. അദ്ദേഹത്തിന്റെ കാര്യം ഓർക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര വിറ്റാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം ഭയങ്കര സംഭവമാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഭജനകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ കോഡ് പറഞ്ഞു തരുന്നത്. ജ്ഞാനേശ്വർ മറാത്തക്കാരനാണ്. അദ്ദേഹം എപ്പോഴും ക്രിറ്റിസിസംസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനെ കുറിച്ച്? ഭഗവത്ഗീതനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കാര്യം ഭയങ്കര വിറ്റാണ്. എന്നാലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഭജനകൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് കോഡ്. ഓക്കെ ആണോ? കോഡ് ഓക്കെ ആണോ? ഞാൻ പഠിച്ച കോഡാണ് ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. ജ്ഞാനേശ്വർ മറാത്തക്കാരനാണ്. അദ്ദേഹത്തിന് ഭഗവത്ഗീതയെ കുറിച്ച് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം ഭയങ്കര വിറ്റാണ്. എന്നാലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതലായിട്ടും ഭജനകളാണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണോ? നമുക്ക് ഒരു വേർഡിലെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ലെറ്റർ കിട്ടിയാൽ മതി, അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് മീരാബായ്. മീരയുടെ കഴുത്തിൽ വജ്രം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ പേര് ഗിരിരാണ. ചൈതന്യ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. പൂരിയും കീർത്തനവുമായിരുന്നു ഇഷ്ടം. തുളസീദാസും രാമനും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ദാദുദയാലിന്റെ പേര് ദാദുദയാറാം കി ബാണി. ശങ്കർ ബ്രഹ്മപുത്രയുടെ തീരത്തെ ഏകവീരനായിരുന്നു. അവിടെ പോയി ബാസടിച്ചു. പുരന്ദരദാസ് ഒരു ദിവസം ഹരിദാസ് 4 മക്കളായ രാഗമായ മാളവ ഗൗഡയെയും കുട്ടി പൂരം കാണാൻ പോയി. അവിടെ വെച്ച് കർണാട്ടിക് മ്യൂസിക് കേട്ടു. അതിൽ നിന്ന് പുളകിതനായി ദാസസാഹിത്യം എഴുതി. ജ്ഞാനേശ്വർ മറാത്തക്കാരനായിരുന്നു. ഭഗവത്ഗീതയെ പറ്റി ക്രിറ്റിസിസം എഴുതി. അദ്ദേഹത്തിന്റെ കാര്യം ഭയങ്കര വിറ്റായിരുന്നു. എങ്കിലും എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. കാരണം അദ്ദേഹം ഭജൻസ് എഴുതിയിട്ടുണ്ട്. ഇത്രയും കോഡ് ഓക്കെ ആണോ? അടുത്തത് ഏകനാഥ്. he was one of the first reformer to emphasize the growth of Marathi language. Ekanath Marathi. He preached that one could devote oneself to God by leading a family life and discharging all functions of a householder. His work includes numerous religious songs, abhangas, ovis, and baruds. അപ്പം ഏകനാഥ്, abhangas, ovis, baruds. അപ്പം ഏകനാഥ്, ഏകം നമ്മൾ ഒന്ന് എന്ന് പറയും അല്ലെ. മറാത്തിയിലെ ആദ്യത്തെ റിഫോമർ ആയിരുന്നു ഏകനാഥ്. മറാത്തിക്കാരനാണ്. തീർത്തും അദ്ദേഹം ഒരു
ഫാമിലി മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നതും ഫാമിലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് സാക്ഷാൽ ദൈവത്തിലേക്ക് എത്താനായി സാധിക്കും എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആബ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആബ. മക്കളുടെ പേര് ഓവീസ്, ബരുത്. ഓവീസ്, ബരുത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അബങ്കാസ്. അതൊക്കെ കോഡാണ് കേട്ടോ. അബങ്കാസ്. അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് ഓവീസ്, ബരുത്. ഏകനാഥ് ഒന്ന് നോർത്ത ഉടനെ മറാത്തി എന്ന് റിലേറ്റ് ചെയ്യുക. ഫാമിലിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യ ആബ, അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് ഓവീസ്, ബരുത്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്തത് നാംദേവ്. നാംദേവ് ഒരു ടൈലർ ആയിരുന്നു. ഹി എംഫസൈസ്ഡ് ഓൺ കൾച്ചറൽ യൂണിറ്റി. കൾച്ചറൽ യൂണിറ്റി. അദ്ദേഹം കൊണ്ടുവന്നത് മഹാപുരുഷ സമ്പ്രാധയ. മഹാപുരുഷ, അത് മാത്രം ഓർത്താ മതി. ഈക്വാലിറ്റി ഓഫ് ഓൾ മെൻ. ഈക്വാലിറ്റി. He advocated practice of devotion. Some of his devotional songs are found in Guru Granth Sahib. Guru Granth Sahib. Namdev, Taylor, cultural unity, Mahapurushan, equality, Guru Granth Sahib. നാമദേവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടൈലർ ആയിരുന്നു. നാമദേവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടൈലർ ആയിരുന്നു. അയാൾ മഹാപുരുഷനായിരുന്നു. ഇങ്ങനെ ഓർക്കുക, നാമദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഓർക്കുക. സാധാരണ ഞങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഒബ്ജക്ട്സിന്, നമ്മളെ റൂമില് പല ഒബ്ജക്റ്റുകൾ കാണും. ഈ ഓരോ ഒബ്ജക്റ്റുകൾക്കും പേരിട്ട് നമ്മൾ വിളിക്കും. അപ്പൊ ആ ഒബ്ജക്റ്റ് കാണുമ്പോൾ പിന്നീട് നമ്മൾ അത് മറന്നു പോവില്ല. അത് ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ട്രിക്കാണ്. നിങ്ങള് കാണുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഞാൻ നോക്കുകയാണ്, ഇവിടെ ഒരു ബെഡ് കാണുന്നുണ്ട്. അപ്പൊ ആ ബെഡിന് ഞാനൊരു പേരിട്ട് വിളിക്കും. ആ പേരിട്ട് വിളിച്ചാൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്റ്റുകളും പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ ഓർമ്മ വരും. സേ ഫോർ എക്സാമ്പിൾ, ഈ റിമോട്ടിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ റിമോട്ട് ഒരു മനുഷ്യനാണെന്ന് സങ്കല്പിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യന് ഞാൻ നാമദേവ് എന്ന് പേരിടുന്നു. ഇതാണ് നാമദേവ്. നാമദേവ് എന്ന് പറയുന്ന ഈ വ്യക്തി ഭയങ്കര തടിയും ഭയങ്കര വലുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിനെ ഞാൻ മഹാപുരുഷൻ എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇയാൾ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. ശ്രദ്ധിക്കുക, ഓർക്കുക, ഈ റിമോട്ട് ഇത് ഒരു മനുഷ്യനാണെന്ന് സങ്കല്പിക്കാം. ഇതാണ് ഒബ്ജക്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ റിമോട്ട് കാണുമ്പോൾ ജീവിതത്തിൽ മറക്കൂല. ഇത് നാമദേവ്. ഈ നാമദേവ് ഒരു ടൈലറാണ്. ഭയങ്കര വലിയ മനുഷ്യനാണ്, ഭയങ്കര തടിയൊക്കെ ഉള്ളതാ. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ മഹാപുരുഷൻ എന്ന് പറഞ്ഞു. എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? ഇദ്ദേഹം ഈക്വാലിറ്റിയെ പറ്റി ചിന്തിച്ചു. ഈക്വാലിറ്റി ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ഈ രണ്ട് വശവും സെയിം ആണ്, ഈ രണ്ട് വശവും തുല്യാണ്. അപ്പൊ ഈക്വാലിറ്റി പഠിച്ചു. നല്ല നീളമൊക്കെ അല്ലേ? അപ്പൊ നല്ല നീളമൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്താണ്? നല്ല മഹാപുരുഷൻ എന്നുള്ള കോൺസെപ്റ്റുമായി നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യാം. ഈ ടൈലർ ആയതുകൊണ്ട് തന്നെ മാത്രല്ല അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ കൾച്ചറൽ യൂണിറ്റിക്ക് അദ്ദേഹം അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിനെ ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ് വിളിക്കുന്നത്. റിമോട്ട് നോക്കുക. ഈ റിമോട്ടില് ഇദ്ദേഹത്തെ ഞാൻ വിളിക്കുന്ന പേര് നാമദേവ് എന്നാണ്. ഇദ്ദേഹം ഒരു ടൈലറാണ്. നല്ല നീളമൊക്കെ അല്ലേ? സോ നീളം ഉള്ളതുകൊണ്ട് മഹാപുരുഷ. ഇദ്ദേഹത്തിന്റെ എല്ലാ വശങ്ങളും ഈ രണ്ട് ഓപ്പോസിറ്റ് ഈക്വൽ അല്ലേ? ഈക്വാലിറ്റിയെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. ഞാൻ ഇദ്ദേഹത്തെ എന്റെ ഗുരുവായാണ് സങ്കല്പിക്കുന്നത്. ക്ലിയർ? റിമോട്ട് കാണുമ്പോൾ ഓർക്കുവോ? വീട്ടിലെ റിമോട്ട്, ചെയർ, ഇത് ഞാൻ ചുമ്മാ പറയണല്ല കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അപ്രോച്ചസ് ഒന്ന് ഹിസ്റ്ററിയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇറ്റ് വർക്ക്സ്. ഞാൻ ഇത് ചെയ്ത സമയത്ത് ഫിലോസഫിയും, അതായത് എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ എടുത്തു. അപ്പൊ ഫിലോസഫിയിലും സൈക്കോളജിയിലും എടുത്തു. സൈക്കോളജിയിൽ പറയുന്നതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനെ നമ്മളെ ചുറ്റുപാടുമുള്ള ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ജീവിതത്തിൽ അത് മറക്കൂല. സോ പ്ലീസ് ട്രൈ ടു റിലേറ്റ് ഇറ്റ്. മറക്കുവോ? വിൽ യു ഫോർഗെറ്റ്? മറക്കുവോ? ആരൊന്നും മിണ്ടണില്ല. ഇല്ല. ഓക്കെ. അവിടെ ജിതിൻ,
നമിത, അശ്വിനാണോ അശ്വതിയാണോ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ശരി. അടുത്തത് ചുക്കറം. ചുക്കറം എന്ന് പറയുന്നത് ശിവജിയുടെ കണ്ടംപറർ ആണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ് മറാത്ത ഭക്തി റിഫോമർ. തുക്കാറാം ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മറാത്ത ഭക്തി റിഫോമർ ആണ്. വിതോബ, നമ്മളെ വിതോബ വേറെ ആരോ ഒന്നും കൂടെ പറഞ്ഞിരുന്നല്ലോ, ഭയങ്കര വിറ്റാന്ന്. അതാരായിരുന്നു? ഭയങ്കര വിറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അയാളെ കേസ് ഭയങ്കര വിറ്റാന്ന്. ആരായിരുന്നു? ജ്ഞാനേശ്വർ. ഭയങ്കര ഞാനാന്നാ പറഞ്ഞുകൊണ്ടിരുന്നതാ, ഭയങ്കര ഞാനാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അയാളുടെ കാര്യം ഭയങ്കര വിറ്റ. സ്വന്തമായിട്ട് ജ്ഞാനം ഭയങ്കര ഉണ്ട് എന്ന് പറയുന്നവരെന്താ, അവരൊക്കെ മണ്ടന്മാരായിരിക്കും അല്ലെ? അങ്ങനെ ഓർത്താ മതി. ഇവര് ബാങ്സ് എന്ന് പറയുന്ന ഡിവോഷണൽ സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ചുക്കരം മറാത്ത റിഫോമർ ആണ്. വിതോബ, അബാങ്സ്, ഇതാണ് എന്തു പറയുന്നത്, ഇവരുടെ കോൺസെപ്റ്റ് ആയി പറയുന്നത്. ഓർക്കാനുള്ള വഴി മാറ്റ് വി ഷേപ്പിലാ ഇട്ടിരിക്കുന്നത്. എം ഫോർ മറാത്ത, എ ഫോർ അബങ്സ്, ടി ഫോർ തുക്കറം and V for Vithoba. Clear for all? Next is സമർദ് രാംദാസ് എന്ന് പറയുന്നത് ശിവജിയുടെ ശിവാജിയുടെ ഗുരുവായിരുന്നു. ശിവാജിയെ സ്വരാജ് രൂപീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് രാംദാസ് ആയിരുന്നു. ഈ അദ്ദേഹത്തിന്റെ മെസ്സേജുകള് എല്ലാം കമ്പോസ് ചെയ്ത് കൊണ്ടുവന്ന ഫോം ഓഫ് ടെക്സ്റ്റ് ആണ് ദാസബോധ. അദ്ദേഹം ലോർഡ് രാമന്റെ ഡിവോട്ടി ആയിരുന്നു. ആശ്രമങ്ങള് അദ്ദേഹമാണ് രൂപകൽപ്പന ചെയ്തത്. സമർദ് രാംദാസ് ശിവാജിയുടെ ഗുരുവായിരുന്നു. ദാസബോധ ആശ്രമ. സമരത് രാംദാസ്, എസ് രാംദാസ് എന്നോർത്താ മതി. രാംദാസ് എസ് എന്നോർക്കുക. അവര് ശിവാജിയുടെ ഗുരുവായിരുന്നു. ശിവാജി ഓർക്കാൻ എളുപ്പമാണ്. എസ് ശിവാജിയുടെ ഗുരുവായിരുന്നു. അദ്ദേഹം ആശ്രമം തുടർന്നു. എന്തിനു വേണ്ടിയിട്ട്? ദാസന്മാരെ ഇനിയെങ്കിലും ബോധം വെക്കൂ എന്ന് പറഞ്ഞു. ഓർക്കാൻ എളുപ്പ വഴി എസ് രാമദാസിന്റെ ശിഷ്യൻ എസ് ശിവജി. അദ്ദേഹം ആശ്രമം തുറന്നു. എന്തിനു വേണ്ടിയിട്ട്? ദാസന്മാരെ ഇനിയെങ്കിലും ബോധം വെക്കൂ എന്ന് പറഞ്ഞു. ക്ലിയർ ഫോർ ദ കോഡ്? ഇസ് ദ കോഡ് ക്ലിയർ ഫോർ ഓൾ? ദാസന്മാരെ ഇനിയെങ്കിലും ബോധം വെക്കൂ. ഓക്കെ അല്ലേ? ക്ലിയർ മക്കളെ? കോഡ് ക്ലിയർ ആണോ? മീരാബായ്, വജ്രം, ഗിരിറാണ, ചൈതന്യ ഭയങ്കര ഗൗരവക്കാരി, പൂരിയും കീർത്തനവും ഇഷ്ടമാണ്. തുളസീദാസും രാമനും കൂടി അവധിയെടുത്ത് രാമലീല കാണാൻ പോയി. ദാദു ദയാൽ ദാദു റയാം റാം കി ബാണി. ശങ്കർ ദേവ് ബ്രഹ്മപുത്രയുടെ തീരത്ത് ഏകവീരനായിരുന്നു, ഓംബാസടിച്ചു. ഹരിദാസ പൂരം കാണാൻ പോയി 4 മക്കളെ കൂട്ടിട്ട്. രാഗമായ മാളവ ഗൗള കർണാടക മ്യൂസിയം ഭയങ്കര ഇഷ്ട. അതിന് പുളകിതനായി ദാസ സാഹിത്യം രൂപീകരിച്ചു. ജ്ഞാനേശ്വർ അദ്ദേഹം മറാത്തയിലാണ്. ഭഗവത്ഗീതയെ കുറിച്ച് എപ്പോഴും ഭയങ്കര കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര വിറ്റ, ജ്ഞാനം ഭയങ്കര ഉണ്ടെന്നല്ലേ പറയണേ, ഭയങ്കര വിറ്റ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, കാരണം ഭജനയൊക്കെ എഴുതിയിട്ടുണ്ട്. ഏകനാഥ് ഒന്ന് എന്ന് പറയുമ്പോ മറാത്ത, ഭയങ്കര ഫാമിലി മാൻ ആയിരുന്നു. ഭാര്യയുടെ പേര് അബങ്കാസ്, മക്കളുടെ പേര് ഓയിസ്, ഭരത്. നാമദേവ് ടൈലർ ആയിരുന്നു, മഹാനായിരുന്നു. ഈക്വാലിറ്റി, അതുപോലെ ഇദ്ദേഹത്തെ ഗുരു. അടുത്തത് തുക്കറം, കോഡ് മാറ്റ് വി ഷേപ്പ്. എം മറാത്ത, എ അബംഗ്, ടി തുക്കറം, വി വിതോബ. സമർദ് രാമദാസ്, എസ് രാമദാസ്. ശിവാജി ആശ്രമം തുറന്നു. എന്തിനാണ്? ദാസന്മാരെ ഇനിയെങ്കിലും ബോധം വെക്കൂ. ക്ലിയർ? അപ്പൊ ഒന്നും മറക്കാതെ പഠിക്കാട്ടോ. ബൈ, താങ്ക് യു.